അഡ്വക്കേറ്റ് വസന്ത് സുരേഖ്, ഇതിപ്പോ ആശുപത്രിക്കുള്ളിൽ അധികാരം മന്ത്രിക്കാണ് എന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞതിന് സാമന്ത രാജാക്കന്മാർ പ്രതികരിക്കുന്നത് പോലെ മെഡിക്കൽ കോളേജ് എന്റേതാണ്, ആശുപത്രി എന്റേതാണ് എന്ന് സാമന്ത രാജാക്കന്മാർ പ്രതികരിക്കുന്നത് പോലെ പറയുന്നു എന്നുള്ളതാണ് പി എ മുഹമ്മദ് റിയാസ് ഇന്ന് പ്രതികരിച്ചത്. അങ്ങനെ ഡിവൈഎഫ്ഐ അടക്കം അവിടെ ഈ പൊതിച്ചോർ നൽകാനുള്ള കൗണ്ടറുകൾ കെട്ടിവെച്ചിട്ടുണ്ട്, സേവാഭാരതി അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് അങ്ങടക്കം ആരോപിച്ചിട്ടുമുണ്ട്. ഇതൊന്നും പൊളിച്ചു കളയാൻ കഴിയുമോ? ഇത് അവരുടെ അനുമതിയോടുകൂടി ആശുപത്രി വികസനം എന്ന അടക്കമുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അത് ഇത്രയും കാലം മോശപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിർമ്മിതികളൊന്നുമല്ലല്ലോ. അപ്പോൾ അവരെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിനപ്പുറത്ത് ഇത് പൊളിച്ചു കളയാൻ പറ്റുമോ? അതുണ്ടാക്കുന്ന സന്ദേശം എന്താണ്? അത് എനിക്ക് അല്പസമയം നൽകണം. ഞാൻ മറ്റൊരിടത്ത് പോകണമെന്നും അങ്ങോട്ട് നേരത്തെ ഇറങ്ങണമെന്നും പറഞ്ഞതാണ്. ശ്രീ സനോജിനോട് എനിക്ക് എതിരഭിപ്രായമില്ല. അയാളുടെ രാഷ്ട്രീയം പറഞ്ഞു, ഞങ്ങൾക്കെതിരായിട്ടുള്ള വാദങ്ങൾ നിരത്തി, ഒരു പ്രശ്നമില്ല. അയാൾ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏതൊരാൾ, ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചർച്ച ചെയ്യുന്നത്, രാജേഷോ, അയാൾ ഇടത് സഹയാത്രികൻ എന്ന് പേരിട്ട് വന്നിട്ട് മന്ത്രിയെ കോമാളി എന്ന് വിളിക്കുക, കോൺഗ്രസ് നേതാക്കളെ ആകെ അസഭ്യം പറയുക. അത് പറഞ്ഞപ്പോൾ അത് കേട്ടിരിക്കാൻ വേണ്ടിയല്ല കോൺഗ്രസ് പാർട്ടി എന്നെ ചർച്ചയ്ക്ക് വിടുന്നത്. അത് കേട്ടിരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. ഞാൻ അദ്ദേഹം ഏത് പരിധിവരെ പോകും എന്ന് നോക്കിയായിരുന്നു. തിരുമണ്ടത്തരമാണ് അതിന് ഉത്തരം പറയണമല്ലോ. തിരുമണ്ടത്തരമാണ് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഡിവൈഎഫ്ഐ നാളെ തൊട്ട് തിരുമണ്ടത്തരം വിളിച്ചു പറഞ്ഞ പറയണ്ടേ അങ്ങ് പറഞ്ഞ തിരുമണ്ടത്തരം ഞാൻ പറയണ്ടേ? അല്ല, സോണിയാഗാന്ധി വിളിച്ചത് പറഞ്ഞിട്ടില്ല. കോമാളിയേക്കാൾ വലുതാണ്. രമേശ് പിഷാരടി എത്ര വിളിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ നേതാവ് പണ്ട് ഉമ്മൻചാണ്ടിയെ കള്ളനെന്ന് എനിക്കിത് കൃത്യമായി കേൾക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പ്രയോഗങ്ങൾ ഞാൻ ഉത്തരവാദിയുമല്ല. ഇത്രയും മുതിർന്ന നേതാക്കളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും രാഷ്ട്രീയം പഠിപ്പിക്കുകയല്ല എന്റെ ഉത്തരവാദിത്തം. നിങ്ങളുടെ പിണറായി വിജയൻ എത്ര വോട്ടിനാണ് ജി സുധാകരൻ ജയിച്ചത്? സനോജ്, എന്നിട്ടും മതിയായില്ലേ? കാരണം ആ കമ്മ്യൂണിസ്റ്റ് നിങ്ങളുടെ നേതാവ് സോണിയാഗാന്ധിയെ മദാമെന്നാ വിളിച്ചത്. കന്യാകുമാരി വരെ മുരളീധരൻ സോണിയാഗാന്ധിയെ മദാമെന്നാ വിളിച്ചത്. ഉമ്മൻചാണ്ടിയെ കള്ളൻ. എന്നിട്ടും മനസ്സിലാവില്ല. നിങ്ങൾ കോമാളി എന്ന് വിളിച്ച നിങ്ങൾ അതിലേറെ വോട്ടിന് ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ വിളിച്ച CPM-ന്റെ മുൻകാല നേതാക്കൾ വലിയ നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ കോമാളി എന്ന് വിശേഷിപ്പിച്ചു. നിങ്ങൾ വല്ലാതെ അസ്വസ്ഥനായി. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ നേതാവ് പണ്ട് സോണിയാഗാന്ധിയെ മദാമ എന്നും ഉമ്മൻചാണ്ടിയെ മദ്യമാഫിയുടെ ഏജന്റ് എന്നും വിളിച്ച് വിശേഷിപ്പിച്ചത് മറന്നു പോകരുത്. അല്ലാതെ വിശദനാവട്ടെ. ഒരാൾക്ക് വേണ്ടി അങ്ങിങ്ങനെ വെപ്രാളപ്പെടാതെ സനാജെ, നിങ്ങളുടെ വിളിച്ചു പറയുന്നത് അവസാനത്തെ മണ്ണുകൂടി നേതാവ് പണ്ട് ഉമ്മൻചാണ്ടിയെ കള്ളനെന്നും മദ്യമാഫിയുടെ ഏജന്റെന്നൊക്കെ വിളിച്ച അനുഭവമുണ്ട്. ഇടപെടും. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അക്ഷരം മിണ്ടാതിരിക്കാൻ. ആളാണെങ്കിലും ഞങ്ങളുടെ നേതാക്കളെ പറ്റി പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഇടപെടും. മദാമ എന്നാ വിളിച്ചത്, അലൂമിനിയം പട്ടൽ എന്നാ വിളിച്ചത്. മദാമ എന്ന് വിളിച്ചു, അലൂമിനിയം പട്ടൽ എന്ന് വിളിച്ചു, അല്ലേ? ഉമ്മൻചാണ്ടിയെ കള്ളനെന്ന് വിളിച്ചു. പറഞ്ഞു കഴിഞ്ഞോ? എനിക്ക് പറയാൻ ശരിയല്ല. എനിക്ക് മറ്റു രണ്ട് അതിഥികളെ കൂടി പോകേണ്ടതുണ്ട്. ഇനിയിപ്പോ അങ്ങേക്ക് അവസരം സത്യമായും ഉണ്ടാകില്ല. ഞാൻ മറ്റുള്ളവരിലേക്ക് പോയിട്ട് വരും. മറ്റുള്ളവരിലേക്ക് പോയിട്ട് വരുള്ളൂ. ഗസ്റ്റ് ഹൗസിലേക്ക് പോകേണ്ടി വന്ന വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആരാ 2 മണിക്ക്
ആ വന്ധ്യവയോധികന് ഹൃദയം പൊട്ടി തന്റെ ജില്ലയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് അടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ പോയി അന്തി ഉറങ്ങേണ്ടി വന്നത് ആരുടെ പാർട്ടിയുടെ സംസ്കാരം? അങ്ങാണ് ഈ ചർച്ചയിൽ അത്തരം പ്രയോഗങ്ങൾ നടത്തി അതിലാണ് ഈ ചർച്ച തന്നെ വഴിതെറ്റിപ്പോയത്. വസന്ത സിറിയക്കിന്റെ ഭാഷാ പ്രയോഗത്തിലെ ക്ലാസ് ഇവിടെ വേണ്ട. അത് KPCC ഓഫീസിൽ പറഞ്ഞാൽ മതി, എടുത്താൽ മതി. ഇവിടെ ക്ലാസ് തുടങ്ങിയതും വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയതും അദ്ദേഹമല്ല. അങ്ങ് AKG സെന്റർ വെച്ചാൽ മതി. ഏത് AKG സെന്ററിൽ? സർക്കാരിന്റെ കയ്യിൽ നിന്ന് AKG ഇന്ദ്രാഭവൻ ഞങ്ങൾ ശരി ശരി ആയിക്കോട്ടെ. സോണിയാഗാന്ധിയെ മതാമെന്ന് വിളിച്ച ഒരാളെ ന്യായീകരിക്കാൻ പലതും പറയാം, പല കാര്യങ്ങൾ. എനിക്ക് മനസ്സിലാവും. അങ്ങയുടെ അങ്ങേക്ക് നാളെ സനോജ് ഒരുത്തരും വിവരക്കേട് വിളിച്ചു ഭാഷാ പ്രയോഗത്തിൽ ഭാഷാ പ്രയോഗം അയാൾ നടത്തിയ ഭാഷാ പ്രയോഗം അങ്ങ് കേൾക്കാത്ത ഭാഷ എന്താണ്? ചർച്ചയിൽ എവിടെ നിന്നാണ് പഠിച്ചത്? ശരി ശരി എന്നെ ഒന്ന് ഒഴിവാക്കും, എന്നെ ഒന്ന് ഒഴിവാക്കും. കൊമേഡിയൻ അങ്ങനെ മോശമായ പ്രയോഗമല്ല കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ സനോജ്, ഒരു ക്ലാസ് ഭാഷാ പ്രയോഗത്തിന്റെ ക്രാഷ് കോഴ്സ് പരമാവധി ഒരു മിനിറ്റ് അങ്ങേക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിൽ പരമാവധി ഒരു മിനിറ്റ്. അല്ല എന്നെ ഒന്ന് ഒഴിവാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതാ. ശരി, വളരെയധികം നന്ദി ശ്രീ വസന്തരേക്ക് ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ വി കെ സനോജ, ഞാൻ ശ്രീ വി കെ സനോജിലേക്ക് വരാം. പക്ഷേ അങ്ങ് ഇത്രയും നേരം സംസാരിച്ചോടെ ഞാൻ മറ്റതിലേക്ക് പോയതിനു ശേഷമേ വരികയുള്ളൂ. ശ്രീ എൻ ശ്രീകുമാർ, അങ്ങനെ ഈ പറയുന്ന മന്ത്രിക്ക് ഇവിടെ ഇത് കഴിയില്ല അവിടെ ഇത് കഴിയില്ല എന്ന നിലയ്ക്ക് ആശുപത്രിക്കുള്ള അധികാരം മന്ത്രിക്കാണ് എന്ന നിലയ്ക്ക് പറയാൻ കഴിയുമോ? അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്, ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ള ആളുകളുണ്ട്. ഇവരൊക്കെയാണ് ഈ കാര്യത്തിൽ പ്രാഥമികമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്.